ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പിൽ പ്രേമന്റെ പ്രേം ലേഖയുടെ ലേ ദേവനുമനുരാഗിയാമമ്പലത്താവേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ പാടുവതും രാഗം തേടുവതും രാഗം. ആ എടാ അളിയ നീയായിരുന്നാ? വാടാ അകത്തോട്ടിരിക്കാം. എന്താടാ രാവിലെ തന്നെ? ഫൈനൽ ഇയർ പരീക്ഷയൊക്കെ ഇല്ലേ, നീ വല്ലതും പഠിച്ചാ? ഓടാ ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ചുമ്മാ, സത്യം പറ, എന്തായിരുന്നു പരിപാടി? അളിയ ഞാനേ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഏതുവരെ ആയി? നടക്കണില്ല അളിയ, നടക്കണില്ല. എന്ത് കൊടുത്താൽ അവളെ സെറ്റാക്കണമെന്ന് എനിക്കറിഞ്ഞോളാം. നിനക്ക് എഴുതാനിരുന്നിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് കവിത മതിയെങ്കിൽ നീ അവൻ്റെ അടുത്ത് ചോദിച്ചു, അർജുൻ്റെ അടുത്ത്. അവനാകുമ്പോൾ ഈ കവിതയൊക്കെ എഴുതി നല്ല ശീലമുള്ളതുകൊണ്ട് നീ ചോദിച്ചാൽ അവ എഴുതി തരുമെന്ന്. ഇപ്പോഴത്തെ പിള്ളേരെ കവിത എഴുതി സെറ്റാവുമോ? പിന്നെ സെറ്റാവാത്തത് ഇപ്പം അതൊക്കെയല്ലേ ട്രെൻഡ്. നീ എന്തായാലും അവനെ വിളിച്ച് ചോദിച്ചു നോക്കാം, അവൻ തരും. സോറി ഡാ. ആ അതളിയ, ചെറിയൊരു സഹായം വേണം നിൻ്റെ. നീ കാര്യം പറ. അളിയ നീയേ ഒരു പ്രണയലൈൻ എഴുതി തരൂ, കവിതയായാലും മതി. ഒരു പെണ്ണിനെ കൊടുത്ത് സെറ്റാക്കാനാണ്. ആടാ എഴുതി തരാം. ഡേയ്, അവനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അവനെന്തായാലും എഴുത്താന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, പോയി വാങ്ങിച്ചിട്ട് വാ, ഞാൻ അവിടെ ഇറങ്ങി നിൽക്കാം. ഡാ നീ ആയിരുന്നോ ഇത്? ഒരു കാര്യം പറയാം, അവൻ്റെ ഉണ്ട് പോസ്റ്റ് ചെയ്താൽ ചോദിച്ചത്. കിട്ടിയാ? കിട്ടി, അവ എഴുതി തന്നടാ. എന്നാ നിന്റെ കവിത കൊണ്ടുപോയി കൊടറാ. കവിതയൊക്കെ കിട്ടിയില്ലേ? ഇനി എന്താ പരിപാടി? മോനെ ഇനിയാണ് പരിപാടി. കവിത കൊടുക്കുന്നു, എല്ലാം സെറ്റാക്കുന്നു. നീ എവിടെ പറഞ്ഞു കവിത കൊടുക്കും? വേണ്ട, ഞാനേ പോണുള്ളൂ. ഡേ അത് ഒരു ഡേയും ഇല്ല, ഞാനേ പോകുന്നു. നീ അവിടെ ഇരുന്നാ
ഇനിയൊരു 3 മാസം കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് അവസാനിക്കും. ഇത് പറയാനാണോ ഇവിടെ വരെ വന്നത്? നീ ഇതൊന്ന് വായിച്ചു നോക്ക്. ഇത് കൊള്ളാലോ. ഇത് ആരെഴുതിയതാ? ഞാൻ എഴുതിയതാ, നിനക്ക് വേണ്ടി. കള്ളപ്പന്നി. ഇത് എപ്പോ തൊട്ട് തുടങ്ങി? 3 കൊല്ലം മുമ്പ് നിന്നെ ആദ്യം കണ്ടില്ലായിരുന്നെങ്കിൽ, നീ പറഞ്ഞതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലായിരുന്നെങ്കിൽ, നീ എന്നോട് ആദ്യം സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നടക്കില്ലായിരിക്കും. സോ എന്തായാലും ഈ കവിത കൊള്ളാം. ഇതെന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ നാളെ പറയാം. പോട്ര, കവിത വായിച്ചു കഴിഞ്ഞാൽ ഏത് പെണ്ണ് പോകുമെന്ന് മനസ്സിലായില്ലേ? നമുക്കൊരു മന്തി കഴിക്കാൻ പോവാം, വാ. എന്തായാലും എൻ്റെ കവിത അടിപൊളിയായിരുന്നു. സത്യം തന്നെ തന്നെ തന്നെ. എന്താ ഒരു പുച്ഛം? മയങ്ങിയ രാത്രിയിലും ഉണർത്തിയ നിൻ സ്വപ്നം, ഹൃദയത്തിൻ താളത്തിൽ കാത്തു ഞാൻ നിൻ ചിത്രം. ഇരുമയിടരാതെ കൺകോർത്ത നേരമേ, പിരിയുമെൻ ജീവൻ ചേരുമേ സ്വർഗം.